ഓടുന്നോ? പിന്നെ ഒരു പണിയും കൂടി ഉണ്ട്. ഇനി എന്താ, നീ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊടുന്നേരോ? ചിക്കൻ എന്തേന്ന്? മീൻ കൊടുത്തിട്ടില്ലേ? അല്ല, മീനൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അതാ. അതാരാ ഒരു ഗസ്റ്റ്? അത് നിന്റെ മാമനാ. ആ UK-ലുള്ള മാമനോ? ആ അത് തന്നെ. ഞാൻ ആ മാമന് നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. ഇന്ന് വരുമല്ലോ, അപ്പൊ കാണാലോ. നീ കണ്ടിട്ടില്ല എന്നല്ല, നീ ചെറുപ്പത്തെ കണ്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. അവര് നിന്നെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അല്ല, മാമൻ എന്ന് പറയുമ്പോ അമ്മന്റെ ഏട്ടനല്ലേ? നീ എന്താടി പൊട്ടന്മാരമാര് ഇത്രയും വെൽവ് വെച്ചിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്? നിനക്ക് അറിയില്ല ഇതൊന്നും? അമ്മ, അതൊന്നും അറിയാനില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാ. എന്നാ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വരേ. ചെല്ലെന്നാ, വാങ്ങിച്ചിട്ട് വാ. അല്ല, പൈസ എന്നാ? നീ എങ്ങോട്ടാ ഓടുന്നേ? ഞാൻ മറന്ന് കൊണ്ടാ. അതെന്താ ഇപ്പൊ പോയേ? സാരി കൊടുത്ത് ഓട്ടം കണ്ടിട്ട് കുരുത്തം കെട്ട സാധനം തോന്നുന്നുണ്ട്. സാരി എടുത്ത് ഓടാൻ കാണിച്ച മനസ്സ്. കുരുത്തം കെട്ട സാധനം തന്നെ തോന്നുന്നുണ്ട്, എന്നെ പോലെ തന്നെ. എന്ത്? ഇന്നെങ്ങാ എന്നെ തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ ചവിട്ട് ഞാൻ പുറത്താക്കും. ഞാൻ കുരുത്തം കെട്ട സാധനല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും നിന്റെ അടുത്ത് മുണ്ടണ്ട. ഇന്നല്ല, ഇനി തീരുമുണ്ടൂല. ചോദിച്ചു വാങ്ങിച്ചല്ലേ എന്റെ പൊന്നേട്ടൻ, സഹിച്ചോ. മോനെ, കാണാ നീയും കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. പിന്നെ കാണാം. അയ്യോ, അവര് വന്നല്ലോ. ഈ പെണ്ണവിടെ പോയി കിടക്കുക. വാ, കയറ്. എന്താ പാട്? കൊറേ എല്ലാം കണ്ടിട്ടില്ലേ? നല്ല പാട്. അല്ല, ഏട്ടനെവിടെ? അത് ഡിക്കില് സാധനങ്ങൾ എടുക്ക. പിന്നെ മക്കള് വന്നില്ലേ? ഋത്വികിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നായിരുന്നല്ലേ? അവര് വരുന്നുണ്ട്. അവര് വേറെ വണ്ടിയിലാ. സാധനങ്ങൾ കുറച്ചുള്ളോണ്ട് 2 വണ്ടി എടുത്തതാ. ഋത്വികിന്റെ കല്യാണം കഴിഞ്ഞ് അവര് പ്രേമിച്ച് കിട്ടിയതാണല്ലോ. കല്യാണം എന്ന് പറയാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. നമ്മള് വരക്കാരന്നെ ഉള്ളൂ. ഒരു ചെറിയ ഫംഗ്ഷൻ, അവര് ഫ്രണ്ട്സിലൊക്കെ കൂട്ടിയിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല വലിയ കല്യാണമൊക്കെ നടത്താൻ വേണ്ടിട്ട്. പിന്നെ മോളെ കണ്ടില്ലല്ലോ? ശരി, അവള് ചിക്കൻ വാങ്ങിക്കാൻ പോയതാ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് പോയിട്ടുള്ളൂ. ആളിപ്പോ വരും. അല്ല, നീ പുറത്ത് നിക്കുന്ന? വന്ന കാലം പുറത്ത് നിക്ക, ഉള്ളിൽ കേറി ബാ. ഇതാ കേറി. നമ്മളെയൊക്കെ അറിയോ? പിന്നെ അറിയാതെ? ഏട്ടനായ പിന്നെ അറിയണ്ടേ? എന്നിട്ട് എന്തൊക്കെ? അല്ല, നിന്റെ മോളവിടെ? അവളിപ്പോ വരും. അവള് കട വരെ പോയതാ. അവര് വന്നല്ലോ. എന്റെ ഈശ്വര, 2 വലിയ കൊച്ചുങ്ങളായല്ലോ. ഞാൻ ആദ്യമായിട്ട് ആന്റിയെ കാണുന്നേ. നീ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നേ. നീ എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് എന്നെ ഓർമ്മയില്ല. അങ്ങനെ ആയിരിക്കും. അത് ഞാൻ കൊച്ചല്ലായിരുന്നോ? അമ്മ അച്ഛനും പറയുന്ന കേട്ടിട്ടുണ്ട്. നിനക്കെന്നെ അറിയില്ലടാ? എനിക്കറിയാം. ഞാൻ ഇവനെ പോലെയൊന്നല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ആന്റി എന്നെ എടുത്ത് നടന്നതും ചോറ് വാഴ്ത്തുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നിന്റെ പെണ്ണാണല്ലേ? സുന്ദരി കൊച്ചാണ്. നിനക്ക് സെലക്ഷൻ ഒക്കെ ഉണ്ടപ്പോ അല്ലേ? ഞാനല്ലേ സെലക്ട് ചെയ്തേ, പിന്നെ എങ്ങനെ? എന്തൊരു സ്നേഹം. ഇപ്പോ 2 വണ്ടി കിടന്ന് തല്ലൂടായിരുന്നു. അത് സൗന്ദര്യപ്പണക്കം. അതെ. അമ്മ, ഇതിനല്ലേ ഞാൻ നേരത്തെ കണ്ടേ? ഞാൻ വന്നു. ഇതാണോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളെ. ഇവള് പറഞ്ഞിരുന്നു നീ കടയിൽ പോയതാണെന്ന്. എന്നാ ഇത് ഞാന് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വരാട്ടോ. എന്നാ മോള് ചെല്ലേ. മതിയടാ, അമ്മമാരെ നോക്കുന്നു. ഏട്ടാ, ഏട്ടാ, എന്താ മോനെ, ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടാണോ? ചെറുതായിട്ട്. ഞാനങ്ങ് എടുക്കുവാ അവളെ. കിട്ടിയത് തന്നെ. അവള് നിന്നെ ഒന്ന് നോക്കി പോലും ചെയ്തില്ല.
കേട്ടോ ഏട്ടാ, നീ എന്ത് ഏട്ടനാണ്? അതൊക്കെ എന്നെ നോക്കൂ, ഞാൻ സെറ്റാക്കി എടുക്കും, ഞാൻ വളച്ചിരിക്കും. ഞാൻ സെറ്റാക്കി തന്നാ മതിയോ? ആര് സെറ്റാക്കിയാലും എനിക്ക് സെറ്റായാൽ മതി അവളേറ്റ്. ഇന്ന് ആ കാര്യം ഈ ചേച്ചിയേറ്റ്. താങ്ക് യു ചേച്ചി. ഫ്രണ്ടിന്റെ വായൊന്നും കുറച്ചുണ്ട്, ഇതിനെ കേട്ടാ മതി. നിങ്ങൾ പിണ്ടണ്ട, നിങ്ങളേറ്റ് ഞാൻ തെറ്റില്ല. ഓ സോറി, എൻ്റെ ഭാര്യ എന്നെ തെറ്റിലായിരുന്നല്ലേ, ഞാൻ മറന്നു, ഇനി മിണ്ടൂലേ. എന്ന് നിങ്ങൾ സംസാരിച്ചിരി, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാം. എന്നാ ഞാൻ നിന്റെ ഒപ്പം അടുക്കളേക്കും വരാ. ഇവരോട് സംസാരിച്ചിരിക്കട്ടെ. കൺമണീനെ ഇങ്ങോട്ട് ഇവരപ്പം സംസാരിക്കാൻ പറഞ്ഞേക്കാം. നിങ്ങൾ കമ്പനിയാവുക, നിങ്ങൾ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലല്ലോ. എന്നാ അമ്മ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഓക്കെ. ഹായ്. ഹായ്. നീ പഠിക്കാണോ? ആ, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വീട്ടിലിരിക്കുന്ന. ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി നമുക്ക് വിശുദ്ധമായി പരിചയപ്പെടാം. എന്നാ അങ്ങോട്ട് പോവാ. കേരളത്തിൽ ഇത്ര നല്ല രസമുള്ള പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ എത്ര സ്ഥലങ്ങളാ ഭംഗിയുള്ളത്. ശരിയാ, അടിപൊളിയാ. എന്റെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്നത് പാടൊക്കെ തന്നെ, ബട്ട് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അത് എന്റെ പെണ്ണിന്റെ അത്ര ഭംഗിയൊന്നുമില്ല തോന്നുന്നു. എന്റെ അടുത്ത് ഒട്ടുണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൗന്ദര്യപ്പിണക്കമാണോ? ചെറുതായിട്ട് തോന്നിയാർന്ന്. നിങ്ങളെങ്ങനെ സെറ്റായേ? എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഇത് ഇങ്ങേരും കൂടി ഉള്ളതായോണ്ട്. എന്നാലും ഈ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാ പറ. അത് ഞാൻ ഒരു ദിവസം കോളേജിൽ പോയതായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ UK പോയിണ്ടായിരുന്നത്. ഇവരോട് സെറ്റിൽഡ് ആണല്ലോ. അപ്പോ എന്റെ സെയിം ക്ലാസ്സിലായിരുന്നു ഇവൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഇഷ്ടമായി. അവനെ പ്രപ്പോസ് ചെയ്തു, ഞാൻ പറഞ്ഞു. പിന്നെ ഇത് വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ ഇത് കേട്ടപ്പോ എന്റെ വീട്ടുകാര് നാട്ടിൽ നിന്ന് UK വന്നു. അവരവിടെ സെറ്റിൽഡായി. വീട്ടില് സമ്മതമല്ലായിരുന്നു അവനെ കെട്ടാൻ വേണ്ടിട്ട്. ഞാൻ വീട്ടില് പ്രശ്നം ഉണ്ടാക്കിങ്ങാണ്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ ഇവിടുത്തെ ഏട്ടന്റെ അമ്മക്കും അച്ഛനക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ പിന്നെ മുന്നേ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. അങ്ങനെ സെറ്റായി. ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവിടെ വരെ അയക്കണേ. കിട്ടിയതിന് പക്ഷെ ഞാൻ അറിഞ്ഞത് ഇതിന് കട്ടണ്ട് ചെയ്യുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു അല്ലേ? അതെ. പിന്നെ നിനക്ക് വല്ല അറിയില്ല അല്ല? എന്തായിരുന്നു പണ്ടാറ് റിലേഷൻഷിപ്പ് ആ സാധനം ഉണ്ടോ? എനിക്കങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മ വീട്ടില് കല്യാണം നോക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല. അറിയാത്ത ഒരാളെ കെട്ടിപ്പോയി ജീവിക്കുന്നതിന്റെ ഭേദം എനിക്കിഷ്ടം പ്രേമിച്ചിട്ടുന്നതാ. അതിനമ്മ സമ്മതിക്കൂല. കല്യാണം നോക്ക്. എന്താ? ഒന്നുമില്ല. അല്ല, ഈ പ്രേമിച്ചിട്ടുന്ന തന്നെയാ നല്ലത്. മനസ്സിലാക്കണത് അല്ല. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ എന്റെ മനസ്സിൽ ആരും ഇല്ല. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പോവാ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ആ കൺമണി കൊച്ചില്ലേ, അവളെങ്ങനാ? അവൾക്കെന്താ, അവള് നല്ല കൊച്ചല്ലേ. എന്താ? അല്ല, നമ്മള് പ്രണവിന് അവളെ നോക്കിയാലോ? ഞങ്ങക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രണവിനോടും കൺമണിയോടും പിന്നെ അവളെ അമ്മയോടും ചോദിക്കണ്ടേ? അവർക്ക് സമ്മതാവൂ? അതറിയില്ല. ആദ്യം രാധയോട് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ച് നോക്കട്ടെ, എന്നിട്ട് നോക്കാലേ? നീ ആദ്യം അത് നോക്ക്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നീ കൺമണീനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. അവൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ കെട്ടിച്ച് വിടുകയാണെങ്കിൽ അവളെ പഠിക്കാൻ വിടുന്നൊരു വീട്ടുകാരിക്കും ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പറയാൻ മറന്നാ നിങ്ങളോട്. അങ്ങനെയാണോ? എന്നാ കൺമണിയെ എനിക്ക് തരുമോ? എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ, പ്രണവിനെ കൊണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മോള് ഹാപ്പി ആയാൽ മതി. അല്ല, അതിന് പ്രണവിന് സമ്മതാണോ?
ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ കാണും. അവൾക്കൊരു കുറവ് ഞാൻ വരുത്തൂല. അവൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് ശരിക്കുള്ള തീരുമാനം ഞാൻ പറയാം. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത് മാത്രം. എന്നാ നീ ചോദിച്ചിട്ട് അതിനുള്ള ഇത് തന്നാ മതി. കൺമണിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അത് അറിയില്ല, ഞാനതും ചോദിക്കണം. അതും കൂടി ഞാൻ ചോദിച്ചിട്ട് ആൻസർ പറയാം. ഡാ, എന്താ? കൺമണി എങ്ങനെയാള്? സൂപ്പറാണോ? അവൾക്കെന്താ, അവള് സൂപ്പറല്ലേ? എന്താ ശരിക്കും? എന്താ നിനക്ക്? കൺമണി സൂപ്പറായ സ്ഥിതിക്ക് എനിക്കൊരാഗ്രഹം. എന്താഗ്രഹം? അവൾ എനിക്ക് ഒരു മരുമോളാകണം. അതിന് നീ സാധിച്ചു തരണം. എന്റെ ആഗ്രഹമാണേ. എന്താ പറഞ്ഞേ? എന്താ, നിനക്ക് ചെവി കിട്ടൂടെ? എന്റെ ജീവിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ ആഗ്രഹവും അമ്മന്റെ ആഗ്രഹവും ഒന്നായതുകൊണ്ട് സാധിക്ക അല്ലേ? എടാ കള്ള, അപ്പൊ നിനക്ക് അവൾ ഇഷ്ടായിരുന്നോ? പിന്നെ ഇഷ്ടായിരുന്നോന്നോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കണ്ടപാടെ. ശരിക്കും? അങ്ങനെയാണെ ഇനി കൺമണീന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാ മതി. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാ വേഗം കൊണ്ട് കൺമണിയെ കൊണ്ട് സെറ്റ് ആക്കിപ്പിക്ക്. എനിക്ക് ലൈഫൊക്കെ വേണ്ടേ, വേഗം തുടങ്ങണം ലൈഫൊക്കെ. ഡാഡാ, അവൾക്ക് ആദ്യം അവന് ഇഷ്ടമാണോ നോക്ക്. എന്നിട്ട് നീ ഇങ്ങനെ കൊടുത്ത് തുള്ളാതെ അവൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ ഒന്ന് അടങ്ങ്. എന്നിട്ട് നിങ്ങൾ ലൈഫായിട്ട് തുടങ്ങിക്കോ. ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. കൺമണി, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ? എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. പറ, എന്താ കാര്യം? അത് നിന്റെ കല്യാണം നോക്കുന്നില്ലേ? എനിക്ക് പറ്റിയൊരാളെ കിട്ടിയിട്ടുണ്ട്. അമ്മ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട. എനിക്ക് പഠിക്കണം. നീ പോകുന്ന വീട്ടില് നിനക്കൊരു കുറവും വരില്ല. നിനക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞാൻ തരുന്ന വാക്കാ. നീ ഇതിന് മുടക്ക് പറയരുത്. നീ എന്ത് കാര്യം പറഞ്ഞാലും ഞാനത് സാധിച്ചു തന്നിട്ടുണ്ട്. നീ ഇതിന് മുടക്ക് പറയരുത്. എന്നെ പഠിക്കാൻ വിടുന്നു ഉറപ്പാണോ? കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ളവരെ സ്വഭാവം ഒന്നും മാറൂലല്ലോ? ഇല്ല, നീ ആ കാര്യത്തില് പേടിക്കണ്ട. അങ്ങനെയാണ്, കുഴപ്പമില്ല. എന്നാ ആളാരാ? ഫോട്ടോ എങ്കിലും ഉണ്ടോ? ഫോട്ടോ ഒക്കെ എന്തിനാ? നിന്റെ കൺമുന്നിൽ നടക്കുന്ന ആൾ തന്നെയല്ലേ നിന്നെ കെട്ടാൻ പോകുന്നത്? എന്റെ കൺമുന്നിൽ നടക്കുന്ന അതാരാ? അത് എന്റെ ആങ്ങളെന്റെ മോന്. പ്രണവേട്ടനോ? പ്രണവേട്ടന് എന്റെ ആങ്ങളയല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവൻ തന്നെ. നിന്റെ ആങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ രക്തബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ നിനക്ക് കെട്ടാം, അപ്പൊ കുഴപ്പമൊന്നുമില്ല. നിനക്ക് പഠിക്കാൻ പോണെങ്കിൽ ഇതിന് സമ്മതിക്കണം. പിന്നെ നിന്നെ നന്നായിട്ട് അറിയുന്നവരാണ് അവര്. നിനക്ക് താല്പര്യമുണ്ടോ? അമ്മ, ഇതെങ്ങനെ ശരിയാവാ? എന്ത് ശരിയാവല്? നിനക്ക് പഠിക്കണമെങ്കിൽ നീ ഇവനെ കെട്ട്. അല്ലെങ്കിൽ നിനക്ക് അടുക്കളയിലെ പണി കൊടുത്ത് ജീവിക്കണമെങ്കിൽ നീ വേറെ ആളെ പോയി കെട്ട്. നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അമ്മ, എന്തിനാണ് ഇപ്പൊ നിന്നെ കെട്ടിച്ചിട്ട്? നിനക്ക് മോളെ, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് അച്ഛനില്ല, പിന്നെ കുടുംബക്കാരും ഇല്ല. ആകെയുള്ള കുടുംബമാണ് ഇത്. പിന്നെ എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എനിക്കെൻ്റെ മോളെ കല്യാണം കാണണം. എനിക്ക് വേറെ മക്കളും ഇല്ല. എനിക്ക് അമ്മായിയമ്മയോ അമ്മാസംഗയോ ആരുമില്ല. എല്ലാവരും പോയതാ. എൻ്റെ ഭർത്താവ് വരെ പോയി. നിനക്കറിയുന്നല്ലേ അത്. അതുകൊണ്ട് മോളിതിന് സമ്മതിക്കണം പ്ലീസ്. നിനക്കൊരു ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. എന്നാ മോള് ചെല്ല്. ഈ കാര്യം വെച്ച് മോള് വിഷമിക്കണ്ട. മോളെ സങ്കടപ്പെടുത്തൂല അവര് ഒരിക്കലും. എൻ്റെ ഏട്ടനല്ലേ, എനിക്കറിയില്ല അവരെ. എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. അപ്പൊ അതൊരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ. കൺമണി, ഒന്നിങ്ങോട്ട് വാ. എന്താ? ഞാൻ കേട്ടിരുന്നു നിന്റെ അമ്മ നിന്നോട് പറയുന്നത്. നിന്റെ ആൻസർ എനിക്ക് എന്താണെന്നും അറിയായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ലയെന്നും അറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിന്നെ വന്നപ്പോൾ തൊട്ട് ഇഷ്ടമാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്. അപ്പോൾ നിന്നെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കൂല. നിനക്ക് പഠിക്കണം, നിനക്ക് പഠിക്കാം. നിനക്ക് വേണ്ടതൊക്കെ നിനക്ക് ചെയ്യാം. അതിനൊന്നും ഞാനും എൻ്റെ വീട്ടുകാരും അതിന് മുടക്ക് പറയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിന്നെ ഞാൻ തൊടുകയുള്ളൂ. നിൻ്റെ ദേഹത്തെ ഞാൻ സ്പർശിക്കുകയുള്ളൂ. നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല.
നിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ഞാനത് ചെയ്യൂ. എനിക്കറിയാം ഓരോ ഗേൾസിൻ്റെ ഓരോ കാര്യങ്ങൾ വിലപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയാം, ഇത് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിഷമിപ്പിക്കൂല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ. അവരെ വീട്ടിൽ താല്പര്യമില്ലാത്തതോടു കൂടിയാണ് ഏട്ടൻ കല്യാണം കഴിച്ച് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുഴപ്പമില്ലായിരുന്നു, ചേച്ചീൻ്റെ വീട്ടിൽ കുഴപ്പമായിരുന്നു. ചേച്ചിയെ ഞാൻ ഒരിക്കലും മറ്റുള്ള വീട്ടിൽ നിന്ന് വന്നതെന്ന് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ എൻ്റെ വീട്ടുകാരും സ്വന്തം മോളെ പോലെ കാണുന്നത്. ചേച്ചിക്ക് പഠിക്കണമെങ്കിൽ ചേച്ചി പഠിക്കും, എന്തും ചേച്ചി ചെയ്യും. അത് ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നിനക്ക് നിൻ്റെ വീട് പോലെ തന്നെ ഞങ്ങളെ വീടും കരുതാം. നിനക്ക് ഇപ്പം എന്നെ ഭർത്താവായി കാണാൻ പറ്റിയില്ലെങ്കിലും നിനക്കെന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരെ കാണാം. എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ വേറൊരാളുടെ ആവുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് കുഴപ്പമില്ല നിങ്ങളെ കെട്ടുന്നതിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നൊരു ഭർത്താവിനെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. എൻ്റെ എല്ലാം മനസ്സിലാക്കി പറയുന്നൊരു വ്യക്തി. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. പ്രണവ്, ഐം സോറി. എനിക്കറിയാം ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണെന്ന്. പക്ഷേ എനിക്കതിനൊന്നും ഇപ്പോൾ നിനക്കറിയാവുന്നതല്ലേ. എന്തിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ അന്ന് പറഞ്ഞല്ല നിന്നോട്, നീ പറഞ്ഞാൽ നോക്ക്. ഓക്കെ. അപ്പോ ഇത് നമുക്ക് പോവാല്ലേ? പിന്നെ രാധയോടെ ഒറ്റക്കൊക്കെ പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. പോകുന്നുണ്ടെങ്കിൽ രാധയും കൂട്ടിന് വരും. ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ നിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ ജോബൊക്കെ അവിടെയല്ലേ, കുറച്ച് പണികളുണ്ട്. അപ്പൊ രാധ ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഇപ്പൊ നേരം ബുക്ക് ചെയ്തതാണ്. ഞാനില്ല, നിങ്ങൾ പൊക്കോ. എന്തൊക്കെയാ പറയുന്നോ? എന്നിട്ട് നീ ഇവിടെ ഒറ്റക്ക് നിക്കാൻ പോവാണോ? കൺമണിയും നീയായിരുന്നു അവിടെ നിന്നത്. കൺമണി ഞങ്ങൾ കൊണ്ടുപോവേ. നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല.
നീ ഒന്നും പറയാൻ നിക്കണ്ട. നീ ഇങ്ങ് പോരും മോളെ ഞങ്ങളൊപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റക്ക് നിൽക്കും. നിങ്ങള് പൊക്കോ. ഡി ഞാൻ നിന്റെ ആരാ? നീ എന്റെ ഏട്ടൻ. എന്താ സ്വന്തമാണോ? ആ എന്തൊക്കെ നീ പറയുന്നത് എനിക്കറിയില്ലേ. ഞാൻ നിന്റെ സ്വന്തമാണെങ്കിൽ നീ എന്റെ ഒപ്പം വരണം. പിന്നെ അവള് വലിയ ചാടിട്ട് നിക്ക. മര്യാദക്ക് ഇങ്ങോട്ട് പോരാൻ നോക്ക്. നീ പറഞ്ഞിട്ടൊരു കാര്യമില്ല, കാരണം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിക്കണ്. ഞാനെങ്ങനെ അങ്ങോട്ടൊക്കെ വരിക? നീ അങ്ങോട്ട് വന്നാ എന്താ കുഴപ്പം? അല്ല അങ്ങനെയല്ല. എങ്ങനെയാവണ്ട മോളെ, ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ നോക്ക്. എനിക്ക് കുറച്ച് പണിയുണ്ട്. പ്രണവേ, നീ കൺമണിയെ കൊണ്ടൊന്ന് പുറത്തു വയ്ക്കേ. അവൾ ഇവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കും. ആ അമ്മ. കൺമണി, ഓ എന്താ? നീ ഡ്രസ്സെല്ലാം മാറ്റിട്ട് വാ, നമുക്ക് പുറത്തു പോവാം. ഓക്കെ, ഞാൻ പുറത്തുണ്ടാവും. ആ മനുഷ്യ, എന്താ? നിങ്ങളൊക്കെ ഇത് ഭർത്താവാ? എന്താ? നിങ്ങൾക്ക് എനിക്കൊരു കിസ്സെങ്കിലും തന്നൂടെ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താ ചെവി ഇട്ടൂടെ? എടി, നിനക്കതിന് താല്പര്യമില്ലാന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നും പറഞ്ഞ് കല ഇങ്ങനെ നടക്കാൻ പോവാണോ? എനിക്ക് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. I love you. Love you too. എന്നാ നമുക്ക് വീട്ടിൽ പോയാലോ? എന്റെ ഭാര്യ ഭയങ്കര പണിയിലാണല്ലോ. എന്തോ സഹായിക്കണോ? വേണമെങ്കിൽ സഹായിക്കാം. എന്നാ ഇതൊന്നായി അവള് കേക്കാൻ കാത്തിക്ക.